അപ്പോളെ ഇന്നലെ വീക്കെൻഡ് ആയിരുന്നല്ലോ. അപ്പോൾ നല്ലൊരു വടംവലി മത്സരം ഉണ്ടായിന് ബുറൈദയിൽ. ഇശൽ ബുറൈദ സംഘടിപ്പിച്ച അടിപൊളി വടംവലി മത്സരം. അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ച് പോയതാ. പക്ഷേ വടംവലിയൊക്കെ കുറേ മാറിപ്പോയിട്ടോ. നമ്മളെ പഴയ വടംവലി ഒന്നല്ല. എനിക്കിത് കണ്ടിട്ട് ദഹിച്ചില്ലിട്ടുള്ളത് പറഞ്ഞെന്താ, ഞാൻ എന്നിട്ട് റഫറിനോട് പോയി സംശയമൊക്കെ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ വരുന്നതെന്ന്. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം. ഞാൻ ഇന്നൊന്ന് കണ്ടു നോക്കി. എന്നിട്ട് ഇങ്ങനെ ആണോ, ഇനി തെക്കൻ കേരളത്തിൽ ഇങ്ങനെയാണോ, വടക്കൻ കേരളത്തിൽ വേറെ രീതിയിലാണോ എന്താണെന്നറിയില്ല. ഇതൊന്ന് നോക്കി നിങ്ങൾ. എൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ പറഞ്ഞു തരണേ, മാന്യമായിട്ട് പറഞ്ഞു തന്നാൽ മതി, ഞാൻ കേട്ടോളാം. പക്ഷേ എനിക്ക് തോന്നുന്നത്, ഞാൻ ഉള്ള പറയാമല്ലോ, നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടംവലീൻ്റെ രാജാക്കന്മാരായി വാഴുന്ന അഖില കേരള വടംവലിയിലൊക്കെ ഭയങ്കര സ്ഥാനം കിട്ടിയ നാട്ടിൽ നിന്ന് വന്ന നമ്മളെ നാട്ടിലുള്ള യുവദർശന പൈടി മെത്തിലൊക്കെ ഭയങ്കര സെറ്റപ്പ് ടീമേന്. അപ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ വടംവലി കണ്ട് ശീലിച്ചത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള എന്താ പറയുക അവകാശമുണ്ട് അല്ലേ. ഈ ഒരു രീതി നോക്കി നിങ്ങൾ. കമ്പ റഫറി പറയണ് ഗെറ്റ് റെഡി എന്ന് പറയുന്നത് നോക്കി. കമ്പ ടൈറ്റ് ആക്കണ്, അപ്പുറത്തെ ടീം കമ്പ വിട്ടാളണ്. ഇതെന്ത് നിയമമാണ് എനിക്ക് മനസ്സിലാവായിട്ട് ചോദിക്കട്ടോ. ഞാൻ റഫറിനോട് പോയി ചോദിച്ച്, ഇതെന്താണ് ഒരു വിസിൽ, നിങ്ങൾ ഒരു വിസിൽ കമ്പ ടൈറ്റാക്കാൻ വേണ്ടി വരുന്നത്, അടുത്ത വിസിൽ വിജയത്തിനും തോൽവിക്കാനുള്ളത്. സാധാരണ നമ്മളെ നാട്ടിലൊക്കെ 3 വിസിലുണ്ടാവില്ലേ. ആദ്യമായിട്ട് കമ്പ നമ്മൾ കുനിഞ്ഞിന്ന് കമ്പ ഇങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ നിൽക്കും. 2 റഫറിമാരും ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിസിൽ വിളിക്കൂലേ. ഇവിടെ ആ വിസിലില്ല കേട്ടോ. ഇവിടെ ഗെറ്റ് റെഡി എന്ന് പറയുന്നത്. എന്നിട്ട് നോക്കി, എന്നിട്ട് കമ്പ അങ്ങോട്ട് വിട്ടാളെ മറ്റേ ടീം, ഒരു പ്രശ്നമില്ല അതിന്. എന്നിട്ട് ഇവർ വാശി തീർക്കാൻ വേണ്ടിയിട്ട് ഇവർ അങ്ങോട്ട് വിട്ടുകൊടുക്കും. ഇതൊരു നല്ല പ്രവൃത്തിയായിട്ട് നമുക്ക് തോന്നില്ല. നിൻ്റെ ഭാഗത്തുള്ള തെറ്റാണ്. ഞാൻ റഫറിനോട് ചോദിച്ചത്, എന്താണ് ഇങ്ങനെ ഒരു വിസിൽ, നിങ്ങൾ 2 വിസിലാണല്ലോ ആകെ വരുന്നത്, സാധാരണ കമ്പോലയിൽ 3 വിസിൽ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. റഫറി പറഞ്ഞു, അതൊക്കെ അന്ധകാലത്ത്, ഇപ്പം അങ്ങനൊന്നുമല്ല, ഇപ്പോൾ ലേറ്റസ്റ്റ് വലി ഇതാണ് ഒറിജിനൽ വലി എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പ്രേക്ഷകരായ ആളുകൾ കമ്പോലിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരി, ഈ ഇങ്ങനെ കമ്പ വിടുന്നത് കൊണ്ട് ഒരു മൈനസും ഉണ്ടാവില്ല ഒരു ടീമിന്. ഇതാണോ യഥാർത്ഥ വലി? ശരിക്കും 2 വിസിലേ ഉള്ളൂ. ഞാൻ ചെറുപ്പം മുതലേ കമ്പവലി കണ്ടു വളർന്ന, അതും ഒറിജിനൽ വലിക്കാരത് കമ്പ വലി കണ്ടിട്ട് നമ്മളൊക്കെ ആകാംക്ഷയോട് കൂടിയിട്ട് രാത്രിയൊക്കെ ഇവരിങ്ങനെ കല്ലും ലോഡൊക്കെ കയറ്റി വലിക്കുന്നത് കണ്ട് ഇതിൻ്റെ നിയമങ്ങളൊക്കെ മനസ്സിലാക്കിയ ആളാണ് കേട്ടോ. പ്രവാസ ജീവിതത്തിലേക്ക് വന്നിട്ട് 10-15 കൊല്ലമായിട്ടുണ്ടെങ്കിലും കമ്പവലി അന്നും ഇന്നും ഒരേ നിയമതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞുതരി. ഇതിപ്പോൾ റിയാദിൽ 2 ടീമുകൾ, എ ടീമും ബി ടീമുമാണ് ഫൈനലിലെത്തിയത്. നല്ല വലിക്കാരൊക്കെയാണ്. പക്ഷേ നാട്ടിൽ അത്ര സെറ്റപ്പ് എനിക്ക് ഇവിടെ കാണാൻ കഴിയില്ല. ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇതന്നെ മാറ്റം. ഈ 2 വിസിൽ എനിക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. കാരണം ഒറിജിനൽ വലിയിൽ നമ്മൾ കണ്ട ഒറിജിനൽ വലിയിൽ ആദ്യം തന്നെ 2 ടീമും കമ്പ അങ്ങനെ കയ്യിലെടുത്തിട്ട് ഓക്കെ ആയിട്ട് നിൽക്കും. 2 കോച്ചുമാരോടും ഓക്കെ അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ റഫറി ഒരു വിസിൽ അങ്ങോട്ട് വിളിക്കും. 2 ടീമും മാക്സിമം കമ്പ എടുത്തിടും. അതൊരു പോസിറ്റീവാണ്. ആ എടുത്തിട്ട് ടൈറ്റാക്കിയിട്ട് ചേഞ്ച് ഓവർ അടിച്ച് 2 ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും ബലാബലം ടൈറ്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ റഫറി എന്താക്കും, നടുമധ്യ സെൻറ്ററിൽ ഒരു കെട്ടങ്ങോട്ട് കെട്ടും, റിബണ്. പിന്നെ ഒരു വിസിലാണ്. ആ വിസിൽ വിളിച്ചു കഴിഞ്ഞാൽ വലിയോട് വലി, ഏത് ടീമാണോ വലിച്ചിട്ടുണ്ടെങ്കിൽ ആ ടീം ജയിക്കും. അതല്ല യഥാർത്ഥ വലി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആദ്യമായിട്ട് കമ്പ് എടുത്തു കഴിഞ്ഞാൽ ഗെറ്റ് റെഡി എന്ന് എന്താ പറയും, വിസിൽ വിളിക്കില്ല, എന്താ പറയും. എന്നിട്ട് കമ്പ മാക്സിമം എടുത്തിടുമ്പോൾ മറ്റേ ടീമിന് കമ്പ് കിട്ടില്ല, ഇവർ അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് വിട്ടാളുക. അതിനൊരു പ്രശ്നമില്ല. പിന്നെ ഇവർ വാശി തീർക്കാൻ വേണ്ടി 2ാമത്തെ ടീം ഇതുപോലെ തന്നെ മാക്സിമം ആർക്കാ കമ്പ കിട്ടുന്നത്, അപ്പോൾ ഇവർക്ക് കമ്പ് കിട്ടിയിട്ട് ഇവരങ്ങോട്ട് വിട്ടാളുക. ഇതെന്ത് നിയമമാണ്? റഫറി പറയണത് ഇതാണ് യഥാർത്ഥ നിയമം. നിങ്ങളൊന്ന് പറഞ്ഞു കേട്ടോ, കമൻറ്റിൽ ഒന്ന് അറിയിച്ചിരി. ഏതായാലും റിയാദിലെ 2 ടീമുകളാണ് അവസാനം ഏറ്റുമുട്ടി. ജിദ്ദ, ദമ്മാമ്, ബുറൈദ, ഉനൈസ, അങ്ങനെ പല സൗദിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുത്തിട്ടുണ്ട്. ഇനി റിയാദിലെ പടുകൂറ്റൻ 2 ടീമുകൾ, എ ടീമും ബി ടീമും. അതിൽ ബി ടീമാണ് വിജയിച്ച് എ ടീം പരാജയപ്പെടുകയാണ് ചെയ്തത്. 4500 റിയാൽ, 3000 ഫസ്റ്റ് പ്രൈസ് മുട്ടനാടും, സെക്കൻഡ് പ്രൈസ് 1500 അതും മുട്ടനാടും. അങ്ങനെ കാണുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏതായാലും വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. കമൻറ്റിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുതേ. കമ്പവലിക്കാരുണ്ടെങ്കിൽ
എൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഞാൻ അംഗീകരിക്കും. അതല്ല ഇനിയിപ്പോൾ ഇതാണ് ശരിയെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. നമ്മളെ ഭാഗത്താണ് തെറ്റിയെന്ന് മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പം കാണികളൊക്കെ അവസാനം വരെ ആവശ്യത്തോട് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ.